കാഴ്ചകൾ. അത് അവിടെ ഒരു തെയ്യക്കോലം ഒക്കെ തന്നെ കാണാം. അതൊരു എനിക്ക് എത്രത്തോളം എൻ്റെ അറിവ് ശരിയാണെന്നറിയില്ല, അത് പടയണിയുടെ കോലമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു. അതെ, പടയണി ബാക്കിൽ നമുക്കത് എഴുതി വെച്ചത് കാണാം. പടയണി കോലമാണ്. ഇത്തരത്തിലുള്ള പടയണി കോലങ്ങളുമൊക്കെ പല ഭാഗത്ത് തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ കൂടുതൽ വർണ്ണശബളമായ ചില സംവിധാനങ്ങളൊക്കെ ഒരുങ്ങുന്നുണ്ട്. നമുക്ക് പലതിൻ്റെയും പേര് ചിലപ്പം അങ്ങോട്ട് കിട്ടുന്നില്ല. ഇപ്പം തന്നെ നമുക്ക് കുറച്ച് മുമ്പാണ് കൊട്ടക്കാവടിയുടെ കാര്യം തന്നെ കിട്ടിയത്. അവിടെ ചില കഥകളി കോലങ്ങളും ഓട്ടംതുള്ളൽ കോലങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ആ ഓട്ടംതുള്ളൽ കോലങ്ങളുടെ ഓട്ടംതുള്ളൽ കലാകാരന്മാരുടെ വിശേഷങ്ങൾക്കും ഒക്കെ തന്നെ നമുക്ക് എന്തായാലും അല്പസമയത്തിൽ, മാത്രമല്ല വാണിജ്യങ്ങളൊക്കെ, വ്യവസായങ്ങൾ, ചെറുകിട വ്യാപാരികളൊക്കെ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു സുവർണ കാലം, സുവർണ സമയമൊക്കെയാണ് ഇത്തരത്തിലുള്ള കുറേ ഘോഷയാത്രകൾ എന്ന് പറയുന്നത്. വേറെ വിശേഷങ്ങൾക്കുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഒട്ടംതുള്ളൽ കലാകാരന്മാരുടെ ഒരു ദൃശ്യങ്ങളാണ്. ചേട്ടാ, പേരെന്താ? എൻ്റെ പേര് സുധാകരൻ. ഇവിടെ തന്നെയാണോ സ്ഥലം? അല്ല, കൂറ്റനാട് കൊല്ലം. അല്ല, ഇവിടെ തൃത്താല. ഓക്കെ. എൻ്റെ പേര് ശിവൻ. ഇതെന്താ വേഷം? എന്താ? ഭൂതമാണ്. അതെ. എന്തെങ്കിലും ഈ പൂതത്തിന് എന്തെങ്കിലും ഒരു കഥയുണ്ടോ, എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ? ഭൂതത്തിന്റെ ഈ നങ്ങേലിയുടെ കഥയുണ്ട് കുട്ടികൾ. പിന്നെ അത് മാത്രമല്ല, ഭൂതത്തിന്റെ മറ്റേ ശിവൻ അല്ല മറ്റേ ഭഗവതിയുടെ ഗണങ്ങളാന്ന് പറയും, ഭൂതഗണങ്ങളായിട്ട് അങ്ങനെ ഞങ്ങള് ഗ്രാമങ്ങളിലൊക്കെ ഉത്സവമായി കഴിഞ്ഞാൽ ചമയൊക്കെ ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ളതൊക്കെ ഭയങ്കര നാടൻ കലാരൂപങ്ങളായിട്ട് ഘോഷയാത്രയൊക്കെ ആണല്ലോ. അപ്പോൾ ഞങ്ങളെ വിളിച്ചു. മറ്റെന്തൊക്കെ ആഘോഷങ്ങളിലാണ് നിങ്ങൾ ആകാറുള്ളത്? ഇപ്പോൾ ഇത് പിന്നെ പുലിക്കളി, നെന്മാറ അല്ല, മറ്റേ വേറെ നാടൻ കുറേ നാട്ടിലെ കുറേ വേറെ വേലകളൊക്കെ. അതെ, അമ്പലങ്ങളിലൊക്കെ സ്ഥിരമായിട്ട്. നെന്മാറയ്ക്ക് അങ്ങനെ അത്ര പ്രോഗ്രാം ഉണ്ടാവാറില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരുക്കം ബാക്കിയുണ്ടോ? ഇനിയിപ്പോ മേക്കപ്പ് ഉണ്ട്, തിരക്കിലാണ്. അപ്പൊ നടക്കട്ടെ. അപ്പൊ നമുക്ക് കാണാം, ഘോഷയാത്രയ്ക്ക് കാണാം.